സോ ഹായ് എവ്രി വൺ. ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. സോ ലക്സംബർഗിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് മോളിലാണ് ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത്. ഇറ്റ്സ് നെയിം ഇസ് ക്ലോഷ്ഡിയോ. സോ ഐ തോട്ട് ഐ വിൽ ഷോ യു ദാറ്റ് ഇൻ ദിസ് വ്ലോഗ്. സോ ലെറ്റ്സ് ഗോ. ക്ലോഷ്ഡിയോ പറയുന്നത് ലക്സംബർഗിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മോളാണ്. ഒരുവിധ എല്ലാ ബ്രാൻഡ്സും അവിടെ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾ ബസ്സിനാണ് പോകുന്നതെങ്കിൽ ബസ് നമ്പർ 621 എടുത്താൽ മതി. 621 എടുത്തിട്ട് ഗ്യാസ്പെറിഷ് ഗെർഹാർഡ് മെക്കാറ്റ പറഞ്ഞ സ്ഥലത്താണ് ബസ് ഇറങ്ങുക. അവിടുന്ന് ജസ്റ്റ് ക്രോസ് ചെയ്താലാണ് ക്ലോഷ്ഡിയോ മോള് എത്താം. വീക്ക് ഡേയ്സ് ആയാലും വീക്കെൻഡ്സ് ആയാലും അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു മോളാണ് ക്ലോഷ്ഡിയോ മോള്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് മോളിൻ്റെ അടുത്ത് എത്താനായി. ആൻഡ് ഫൈനലി നമ്മൾ ക്ലോഷ്ഡിയോ മോളിൽ എത്തി. അപ്പം കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം അവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് കാർ എവിടെ വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം. ആൻഡ് ഭയങ്കര വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമുള്ള ഒരു മോളും കൂടിയാണ് ഇത്. ആൻഡ് കയറുമ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഓഷാൻ പറഞ്ഞത് കാണും. ഇത് ലക്സംബർഗിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ മാർക്കറ്റാണ്. ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിന് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലെത്തും. ഇതാണ് ശരിക്കുള്ള എൻട്രൻസ് ഭാഗം. ഇവിടെ നിന്നാണ് മോളിലേക്ക് എൻട്രൻസ് ഉള്ള സ്ഥലം. അങ്ങനെ നമ്മൾ മേലത്തെ ഫ്ലോറിലേക്ക് പോയി. ഇതൊരു ബുക്സിൻ്റെ ഒരു ഷോപ്പാണ്, ഏൺസ്റ്റ്. പിന്നെ റിച്വൽസ് ഉണ്ട്. ഒരുവിധ എല്ലാ ബ്രാൻഡ്സും ഇവിടെ ഉണ്ട്. ഗെസ്, അങ്ങനെ എല്ലാ ബ്രാൻഡ്സും ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഫൈനലി ഞാൻ H&Mൽ കയറാൻ വിചാരിച്ചു. H&Mൽ അവിടെ ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ H&Mൽ കയറി എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. ഫൈനലി എനിക്ക് വിചാരിച്ച പോലെ ഒരു ഡ്രസ്സ് കിട്ടി ഫ്രം H&M. ഈ നെക്സ്റ്റ് ഞാൻ പോയ സാറയിലാണ്. സാറയിലും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. സമ്മർ ടൈമിൽ ഭയങ്കര സെയിലാണ് സാറയിൽ. അപ്പം സാറയിൽ പോകാൻ വിചാരിച്ചു. നല്ല തിരക്കും ഉണ്ടായിരുന്നു സാറയിൽ. ഓഫർ ആയതുകൊണ്ടാണ് ഫുൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓഫർ ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ സാറയിൽ ഫുള്ള് തപ്പാൻ വിചാരിച്ചു, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് സാറയിൽ നിന്നൊരു സ്കേർട്ട് കിട്ടി. ഇത് കുസുമി ടീ ആണ്. ഇത് ലക്സംബർഗിൽ വൺ ഓഫ് ദ ഫേമസ് ടീ ആണ്. പിന്നെ ജാക്ക് ആൻഡ് ജോൺസ്, അങ്ങനെ പല ബ്രാൻഡ്സുകളും ഇവിടെ ഉണ്ട്. ഒരുവിധം എല്ലാ ബ്രാൻഡ്സും ഇവിടെ ഉണ്ട്. ഇത് നെക്സ്റ്റ് ഞാൻ കയറിയത് പിന്നെ അതർ സ്റ്റോറീസ് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. ഇവിടെ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻ ഞാൻ കണ്ടു. ലൈക്ക് നല്ല ഡ്രസ്സും നല്ല ആക്സസറീസും ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ്, ഈവൻ ഓഫർ കഴിഞ്ഞിട്ട് വരെ എനിക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് കുറച്ച് തോന്നിയത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലക്സംബർഗിലെ വെരി ഫേമസ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ഓഷാൻ പറഞ്ഞത്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതും ഫ്രഷ് സാധനങ്ങളാണ് കിട്ടുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ പ്രൈസ് നോക്കുമ്പം ചിലതൊക്കെ കൂടുതലാണ്, പക്ഷെ ഓഫർ പ്രൈസിൽ ചിലതൊക്കെ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാ വെറൈറ്റീസ് ഓഫ് ഓറഞ്ചസ് ഉണ്ട്, ഗ്രേപ്പ് ഫ്രൂട്ട് ഉണ്ട്, അങ്ങനെ ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ പോയപ്പം എലോവേറേൻ്റെ തണ്ട് പോലും ഞാൻ അവിടെ കണ്ടു. പക്ഷെ അതിനൊക്കെ നല്ല വില ഉണ്ട്. 3 യൂറോ ആണ് ഒരു തണ്ടിനുള്ളത്. അങ്ങനെ പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൊമാറ്റോസ്, ചെറി ടൊമാറ്റോസ് ഉണ്ട്, വലിയ രീതിയിലുള്ള ടൊമാറ്റോ ഉണ്ട്, എല്ലാ സൈസിലുള്ള ടൊമാറ്റോസ് ഉണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് എല്ലാ വെജിറ്റബിൾസും ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു വെറൈറ്റി തന്നെ അവിടെ ഉണ്ട്. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിപ്പോൾ നമുക്ക്. അങ്ങനെ പിന്നെ ലീഫി വെജിറ്റബിൾസ് ആണ്, അതിൻ്റെ ഒരു സെക്ഷൻ വേറെ ഉണ്ട്. അപ്പം അതും ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ ഞാൻ കണ്ടത് ബർത്ത്ഡേ കേക്ക്സ് ആണ്. ഓരോ തീമിലുള്ള ബർത്ത്ഡേ, പെപ്പ പിഗിൻ്റെ, പിന്നെ കാർ റേസിങ്ങിൻ്റെ, ഒരു പവർ പെട്രോളിൻ്റെ, അതിനുള്ള ബർത്ത്ഡേ തീംസ് ഉള്ള കേക്ക് ഉണ്ട്. പിന്നെ കുക്കീസിൻ്റെ
ഒരു വെറൈറ്റി സെക്ഷൻ തന്നെ ഉണ്ട്. ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുക്കീസ്, മാക്രോൺസ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ മീറ്റിൻ്റെ വേറൊരു സെക്ഷൻ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റിൻ്റെ ഓരോ പാർട്സിൻ്റെ മീറ്റ് കിട്ടും. പിന്നെ ആൽക്കഹോളിൻ്റെ വേറൊരു സെക്ഷനും കൂടിയുണ്ട്. അതിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽക്കഹോൾസ്, നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനുള്ള ഒരു ഇതിൽ പെട്ടുപോകും. പിന്നെ വൈൻ സെക്ഷനും വേറെ ഒന്നുണ്ട്. അതിലും എല്ലാ ബ്രാൻഡിലുള്ള എല്ലാ റേറ്റിലുമുള്ള വൈൻ സെക്ഷൻസ് ഇവിടെ കാണാം. ലൈക്ക് ചെറിയ റേറ്റിനുള്ളതുകൊണ്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള റേറ്റിനുള്ള വൈൻ സെക്ഷൻസും ഇവിടെ നമുക്ക് കാണാം. പിന്നെ കുട്ടികളുടെ വേറെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ കുട്ടികളെ ഒരുവിധം എല്ലാ ഡ്രസ്സും അവർക്ക് വേണ്ട എല്ലാ ടോയ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ടോയ്സ് ആണ് നമുക്ക് കാണാം. ലൈക്ക് ഫുൾ കൺഫ്യൂഷനാണ്. കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളാകെ പെട്ടുപോകും. അത്രമാത്രം ടോയ്സ് ഇവിടെ ഉണ്ട്. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കുട്ടികൾക്കും നമുക്കും വന്നു പോവും. അത്രയ്ക്കുമുള്ള ടോയ്സ് ഉണ്ട്. പിന്നെ സ്റ്റേഷനറീൻ്റെ ഒരു സെക്ഷൻ, വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ ഗ്രിൽ ഐറ്റംസ് ചെയ്യാനുള്ളതും അങ്ങനത്തെ ഓരോ ടേബിള്, ചെയർസ് ഒക്കെ ഈ ചിലതൊക്കെ ഓഫർ പ്രൈസിന് അവിടെ ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ വേറൊരു സെക്ഷനും ഉണ്ട്. ലൈക്ക് ടാബിനും അതിനൊക്കെ ചിലതിനൊക്കെ കുറച്ച് വില കുറവുണ്ട്. ഇനി വാഷിംഗ് മെഷീൻ അങ്ങനെ ഉണ്ട്. ചിലതിന് വില കുറവുള്ള ഇതൊക്കെ കാണാം. അങ്ങനെ ഇതെല്ലാം കണ്ട് നെക്സ്റ്റ് നമ്മൾ മേലത്തേക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലോ വിചാരിച്ച് നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോയി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെയും കുറേ ബ്രാൻഡ്സ് അവിടെ കണ്ട്. സ്കോച്ച് ആൻഡ് സ്കോഡ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേറെയും വലിയ വലിയ ബ്രാൻഡ്സ് കാണാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫുഡ് കോർണറിലേക്ക് നടന്നുപോയി. ഫുഡ് കോർണർ ഒരു വലിയൊരു സെക്ഷൻ തന്നെയാണ്. അവിടെ വെജിറ്റേറിയൻസിന് ഫുഡ് കുറച്ച് കുറവാണ്. അവർക്ക് അത്ര ഇത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓപ്ഷൻസ് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു ബബിൾ ടീൻ്റെ സ്ഥലത്ത് പോയി ഒരു ബബിൾ ടീ ഓർഡർ ചെയ്തു. ഒരു ചെറിയതിന് തന്നെ €5 ആയിരുന്നു. സോ ഷോപ്പിങ്ങിനും ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനും പറ്റിയ ഒരു മോളാണ് ക്ലോസ്ഡിയർ മോൾ. Okay, so that was my shopping in Closedier Shopping Mall. So I hope you enjoyed this video. Bye.